ഇന്ന് നമ്മൾ തയ്യാറാക്കണത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണത് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 5 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് ഉഴുന്നാണ്. ഇതും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 5 മണിക്കൂർ നേരം തന്നെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാവേ. ഇപ്പോൾ നമ്മുടെ ഉഴുന്നും നുറുക്ക് ഗോതമ്പും ഒക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഉഴുന്നൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് അവൽ, 1/2 കപ്പ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അവൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇതിന് പകരമായിട്ട് ചോറ് ചേർത്തിയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പില്ലേ, അതാണേ. ഇതിലേക്കും അരഞ്ഞു കിട്ടാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇനി ഇതും നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ബൗളിൽ മാവ് നിറയെ ഉള്ളത് കൊണ്ട് ഇത് ഫെർമെൻ്റായി വരണ സമയത്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി മാവ് 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കാം. നല്ല ചൂടൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 5 മണിക്കൂർ തന്നെ ഇത് പുറത്ത് വെച്ചാൽ മതിയാകും. അതുപോലെ ഒരുപാട് സമയം നമ്മൾ ഈ മാവ് പുറത്തൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇത് പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 8 മണിക്കൂറിൽ കൂടുതൽ ഈ മാവ് പുറത്ത് വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ നമ്മുടെ ഈ ഒരു മാവിപ്പോൾ മാറ്റി വെച്ചിട്ട് 7 മണിക്കൂറായി. ഇനി ഒരു തവി വെച്ചിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ദോശ തയ്യാറാക്കാനായിട്ട് ദോശത്തവ വെച്ച് കൊടുക്കാം. ഇനി തവ ചൂടായി വരുന്ന സമയത്ത് ഈ മാവൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാറില്ലേ, അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ദോശയ്ക്കും. ഗോതമ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും അറിയേയില്ല. അതുപോലെ ഈ നുറുക്ക് ഗോതമ്പിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിരിക്കണത് കൊണ്ട് തന്നെ ഒന്നുകൂടെ ഹെൽത്തിയും ആയിരിക്കുമല്ലോ. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് ഈ ദോശ കിട്ടുക. ഇനി കുറച്ച് കനത്തിലുള്ള ദോശയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചെടുക്കാം. ഒരു സൈഡായി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ദോശ. നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമ്മളൊക്കെ കൂടുതലായിട്ട് ഉപ്പുമാവൊക്കെ അല്ലേ തയ്യാറാക്കുക. നുറുക്ക് ഗോതമ്പ് വെച്ച് ഇതുവരെ ദോശയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. മാവ് അധികം പുളിച്ചു പോകാതിരിക്കാനായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടിപൊളി ദോശ തന്നെ നമുക്ക് കിട്ടും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്